യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിധവയുടെ ഏക മകൻ മരിച്ച് അടക്കാനായി കൊണ്ടുപോകുമ്പോൾ വേർപാടിൻ്റെ വേദനയിൽ ആ അമ്മ കരയുന്നുണ്ടായിരുന്നു. മകനോടൊപ്പം തൻ്റെ പ്രതീക്ഷകളും മരിച്ച് അടക്കപ്പെടുകയാണ് എന്നുള്ള ചിന്തയും ആ അമ്മയുടെ ദുഃഖം വർദ്ധിപ്പിച്ചു. യാദൃശ്ചികമായി യേശുവിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വിധവയുടെ കണ്ണീർ കണ്ട് മനസ്സലിഞ്ഞ് യുവാവിനെ യേശു ഉയർപ്പിക്കുകയാണ്. ഒപ്പം അമ്മയുടെ പ്രതീക്ഷകളും ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയിൽ ആകാം. ഒറ്റയ്ക്കിരുന്ന് നിരാശപ്പെടാതെ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചാൽ, ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മുടെ കണ്ണീർ കണ്ട് മനസ്സലിഞ്ഞ് അവിടുന്ന് നമ്മുടെ പ്രതീക്ഷകളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒപ്പം നമ്മുടെ ജീവിതവും കൂടുതൽ ഉണർവുള്ളതായി മാറുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.